കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി. ഇന്ന് അച്ഛനെ ഇവിടെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അച്ഛൻ ഇന്നതൊക്കെയാണ് പ്രശ്നങ്ങൾ, കൂടിയിരിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ കഴിക്കുന്നത് ഇതാണ്, ഞാൻ ഇട്ടിരിക്കുന്നത് ഇതാണ്, ഞാൻ പോകുന്നത് അങ്ങോട്ടാണ്, ഉപയോഗിച്ച ലിപ്സ്റ്റിക് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മകൾ നടത്തിയ ഒരു ഷോയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതേപോലെ തന്നെ അതിനേക്കാളും കടുത്ത മാരകമായിട്ടുള്ള വേർഷനിൽ ഒരു വീഡിയോ ഇന്നലെ എനിക്ക് കാണേണ്ടി വന്നു. ഇത് എപ്പോഴിട്ട വീഡിയോ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുന്നത് ഇന്നലെയാണ്. അപ്പൂപ്പൻ ചാവാൻ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പൂപ്പനെ കാണാൻ വേണ്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? എങ്ങനെ പറ്റുന്നു എന്നറിയില്ല. ഹായ് ഗായ്സ്, ഹോസ്പിറ്റലിൽ ചാവാൻ കിടക്കുന്നതിൻ്റെ അപ്പൂപ്പനെ കാണാൻ പോകുന്നതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയ. അപാര തൊലിക്കട്ടി തന്നെ. വന്നിപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെ പറയണം ചെയ്യണം എന്നുള്ള ഒരു ബോധവും ഇല്ലെന്നായിരിക്കുകയാണ്. സ്വന്തം അപ്പൂപ്പനെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയേ ഉള്ളിപ്പെട്ട കൊച്ചുമക്കളുടെയൊക്കെ അവർക്ക് വീഡിയോയ്ക്ക് വേണ്ടി വൈറലാവാൻ വേണ്ടി അവരെന്തും ചെയ്യും, എന്തും പറയും എന്നുള്ളൊരവസ്ഥയായിരിക്കുകയാണ്. അപ്പൂപ്പനെ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മെന്റലി ഫ്രൈഡ് എന്നുള്ള ടീഷർട്ട് ചൂസ് ചെയ്തത്. നമുക്ക് സാധവിക്കലല്ലാതെ വേറെ യാതൊരു മാർഗമില്ല. പിങ്ക് ഐലൈനർ ലുക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് വലിയ അപ്പൂപ്പൻ തട്ടിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിട്ടു. എൻ്റെ പൊന്നു കുഞ്ഞെ, ഈ കാണിക്കുന്നതിനൊക്കെ ആളുകൾ കൈയടിക്കുമെന്നാണോ വിചാരിക്കുന്നത്? എന്തോ പറയുന്നതെന്നും ചെയ്യുന്നതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ മോളി ചെയ്യുന്നത്? മോളോട് ഒരു വൈരാഗ്യവും വിദ്വേഷവും വെച്ചല്ല കേട്ടോ ചേച്ചി സംസാരിക്കുന്നത്. പക്ഷേ പറയുന്നത് അങ്ങേയറ്റത്തെ അപരാധമാണ്. ഒരു തമാശ രീതിയിലാണ് പറഞ്ഞു പോകുന്നതെങ്കിലും പറയുന്നതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കുക. കുഴപ്പമായും തോന്നുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. അമ്മൂമ്മ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇട്ട് കൊടുത്തിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. വളരെ നല്ല കാര്യം കുഞ്ഞു. ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. അമ്മൂമ്മ നന്നായി മുറുക്കാൻ ചോദിച്ചിരുന്നോണ്ട് ഒരു നാച്ചുറൽ റെഡ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അസുഖം വന്ന് ചാവാറായപ്പോൾ ഡോക്ടർ മുറുക്കാൻ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്. ഇനി ഇത് ആവർത്തിക്കരുത്. ഇതൊക്കെ സത്യമാണോ പറയുന്നതെന്ന് പോലും അറിയില്ല. എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വെറൈറ്റി സൃഷ്ടിക്കാം, വെറൈറ്റി ഉണ്ടാക്കി എങ്ങനെ ആളുകളുടെ ശ്രദ്ധ നേടാം എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ഇനി ചെയ്യാൻ ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ നിൽക്കുക മനുഷ്യര്. കൈവിട്ടുപോയി.